സംസ്ഥാനത്തെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൺ കായംകുളം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് നോർക്ക ആൻഡ് ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ പ്രേംസൺ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രേംസൺ കായംകുളം ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുകയും അതിൽ ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ പ്രവാസികളെ ഉൾപ്പെടുത്താതിരുന്നതും അവഗണനപരമാണ്. അത് പ്രവാസികളോട് കാണിക്കുന്ന വഞ്ചനയാണ്, വിവേചനമാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത് ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ പ്രവാസികളെ ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് എത്രയും വേഗം ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും പ്രവാസികളുടെ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ബഹുമാനയായ കേരള മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നോർക്ക ചെയർമാനും ക്ഷേമനിധി ചെയർമാനും എല്ലാം നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിരന്തരമായിട്ട് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ നോർക്ക CEO ബഹുമാന്യനായ അജിത് കൊളാശ്ശേരി അവർ പറഞ്ഞത്, നിവേദനം കൊടുത്തപ്പോൾ പറഞ്ഞത് ഞങ്ങളത് പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രവാസി നോർക്ക കെയറിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഞാൻ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. ഞാൻ ബഹുമാന്യനായ ശ്രീരാമകൃഷ്ണൻ സാറിൻ്റെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചതാണ്. അപ്പോൾ പറഞ്ഞത് ഞങ്ങളത് പരിഗണിക്കുന്നുവെന്ന്. ബഹുമാന്യനായ CEO ശ്രീ അജിത് കൊളാശ്ശേരി സാറിൻ്റെ അടുത്ത് ആ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ സംസാരിച്ചതാണ്. അപ്പോഴും പറഞ്ഞത് ഞങ്ങൾ പരിഗണിക്കുന്നു എന്നാണ്. പക്ഷേ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇന്നുവരെ അതിനൊരു തീരുമാനം ഉണ്ടാകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ധർണ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും എല്ലാ ജില്ലാ ഭാഗത്തുമുള്ള നോർക്കയുടെയും ക്ഷേമനിധിയുടെ ഓഫീസിൻ്റെ മുന്നിൽ നമ്മൾ ജില്ലാതോറും ഇതിൻ്റെ ധർണകൾ നടത്തും. ആദ്യഘട്ടം എന്ന രീതിയിൽ തിരുവനന്തപുരത്തെ ഓഫീസിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ ധർണ നടത്തുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകും. അതിന് പ്രവാസി സംഘടനകൾ കേരളത്തിലെ 14 ജില്ലകളിലും ഈ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ഉണ്ട്. കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി, UAE എന്ന ഗൾഫ് രാജ്യങ്ങളിലും ഈ സംഘടന ഉണ്ട്. അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരെ നമ്മൾ പോകും. ക്ഷേമനിധി പെൻഷൻ നിഷേധം ഒഴിവാക്കണം. 60 വയസ്സ് തികഞ്ഞ ക്ഷേമനിധി അംഗങ്ങളുടെ അംശാദായ കുടിശ്ശിക എത്ര ചെറിയ തുകയാണെങ്കിലും അത് അടയ്ക്കാൻ കഴിയാത്ത സ്ഥിതി സൃഷ്ടിച്ച് പെൻഷൻ നിഷേധിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഇത് അധികൃതർ അടിയന്തരമായി തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നിബന്ധനകൾ ഉദാരമാക്കി കുടിശ്ശിക അടയ്ക്കാൻ അവസരം നൽകി അർഹരായവർക്ക് പെൻഷൻ ഉറപ്പാക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാന ആവശ്യമെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രവാസി സമൂഹത്തിന്റെ പൊതുവായ വിഷയങ്ങൾ മുൻനിർത്തിയാണ് സമരം നടത്തിയത്. അംശാദായം പുതുക്കുന്നതിനുള്ള നടപടി ലഘൂകരിക്കുക, ദീർഘകാലമായി അംഗത്വത്തിൽ തുടരുന്നവരുടെ നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. CDNet ന്യൂസ്, കായംകുളം.